നമസ്കാരം. അപ്പോൾ നമ്മൾ കോളേജിലൊക്കെ കുട്ടികളെ വിടുന്നതിന് മുമ്പ് ഈ ഒരു ശ്ലോകം മാത്രം നല്ലതായിട്ട് മനസ്സിലാക്കിച്ച് വിട്ടാൽ മതി. എന്താണ് ചെയ്യേണ്ടത്, പ്രലോഭനങ്ങൾ വരുമ്പോൾ എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത്. ഇവിടെ നോക്കുള്ളൂ. ശോഭാവാമർത്യസ്യ ദന്തകൈതത് സർവേന്ദ്രിയാണാം ജരയന്തി തേജ അഭി സർവം ജീവിതമൽപമേവ തവൈവ വാഹാസ്തവ നൃത്യഗീതേ. ഭംഗി പറയുന്ന ഈ ഭൗതികമായ നേട്ടങ്ങളൊക്കെ അങ്ങ് തരാമെന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നശ്വരമാണ്, നിലനിൽപ്പില്ലാത്തതാണ്. ഇതൊക്കെ നാളേക്ക് നശിക്കുന്നതാണ്. അപ്പോൾ ഇവയൊക്കെ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ തേജസ്സിനെ നശിപ്പിക്കുന്നതാണ്. ജീവിതവും അല്പം തന്നെയാണ്. അതുകൊണ്ട് അങ്ങയുടെ കുതിരകളും ഈ നൃത്തവും പാട്ടുമൊക്കെ അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ. പ്രലോഭനങ്ങൾ വരുമ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മുടെ അടുത്ത് പ്രലോഭനം വരുമ്പോൾ ഇതേ നോക്കി നീ ഇതൊന്ന് കുടിച്ചു നോക്കുകയും ഭയങ്കര രസമാണെന്നുണ്ട്, നീ അങ്ങ് രസിച്ചാൽ മതി, എനിക്കിതിൻ്റെ ആവശ്യമില്ല. ലഹരിയും ഒക്കെ കൊണ്ടുവരുമ്പോൾ മറ്റു പലതരത്തിലുള്ള ഇപ്പോൾ ലവ് ജിഹാദായിരിക്കാം ഒക്കെ വരുമ്പോൾ അതിനോട് നെഞ്ച് വിരിച്ച് നിന്ന് അതൊക്കെ നീ കയ്യിൽ വെച്ചോ എന്ന് പറയാനുള്ള തൻ്റെ ഇടം, ധൈര്യം, അതാണ് വേണ്ടത്. അതാണ് നചികേതസ് നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അസാമാന്യമായ ധീരത. ഇത്രയധികം ഭൗതികമായി എന്ത് വേണമെങ്കിലും നിനക്ക് തരാം, നീ എന്തൊക്കെ നീ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ നിനക്ക് കിട്ടുന്ന രീതിയിലുള്ള വരം തരാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും വേണ്ട എന്നും അതെല്ലാം അങ്ങ് തന്നെ വെച്ചോളൂ. യമൻ്റെ അടുത്ത് കുട്ടി പറയുന്നത് അതൊക്കെ ഈ നൃത്തവും പാട്ടും നിങ്ങളുടെ ഈ കുതിരയും ഒക്കെ നിങ്ങൾ തന്നെ കയ്യിലങ്ങ് വെച്ചാൽ മതി, അത് അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ. തവൈവ വാഹാസ്തവ നൃത്യഗീതേ, അതെല്ലാം അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ എന്നുള്ളതാണ്. ഇത് പറയാനുള്ള ധൈര്യം, ഒരു ട്രെയിനിങ് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു വിടണം. കുട്ടികൾക്ക് ഉണ്ട് കേട്ടോ, നമ്മുടെ കുട്ടികളങ്ങനെ കുഴപ്പമൊന്നും വരാറില്ല, പറഞ്ഞു. നവിത്തേന തർപ്പണീയോ മനുഷ്യോ ലപ്സ്യാമഹേ വിത്തമദ്രാഷ്മ ചേത്വ ജീവിഷ്യാമോ യാവതീ ശിഷ്യസിത്വം വരസ്തുമേ വരണീയ സ ഏവ. ഞാൻ ഈ ലക്ഷ്യത്തോടാണ് വന്ന്, എനിക്ക് ആ ലക്ഷ്യം മാത്രം മതി, അതുമാത്രം മതി. ഞാൻ കോളേജിൽ പഠിക്കാനാണ് വന്ന്, പഠിച്ചാൽ ഞാൻ വേണ്ടി അത് മാത്രം മതി. അറിവ് തേടിയാണ് വന്ന്, എനിക്ക് അറിവ് തന്നെ വേണം. അപ്പോൾ ഈ ധനമൊന്നും ആവശ്യമില്ല. ഈശ്വരൻ എത്ര കാലം നമ്മൾ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര കാലം നമ്മൾ ഇരിക്കും. അങ്ങനെ ഈ കാര്യങ്ങളൊന്നും വേണ്ട. പക്ഷേ ഞാൻ ചോദിച്ച കാര്യം തന്നെ എനിക്ക് തന്നാൽ മതി. അജീരതാം അമൃതാനാം ഉപേത്യ ജീര്യൻ മർത്യ ക്വഥസ്ഥ പ്രജാൻ അഭിധ്യായൻ വർണ്ണരതി പ്രമോദാനതി ദീർഘേ ജീവിതേ ഗോ രമേതാം. അപ്പോൾ അങ്ങേപ്പോലെ വലിയൊരാളുടെ അടുത്തുണ്ട് യമനെ പൊക്കി, അങ്ങേപ്പോലെ വലിയൊരാളുടെ അടുത്ത് വന്നിട്ട്, യമദേവൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ വെറുതെ ഈ പാട്ടും നൃത്തവുമൊക്കെ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള നശ്വരങ്ങളായിട്ടുള്ള ക്ഷണനശ്വരങ്ങളായിട്ടുള്ള വളരെ പെട്ടെന്ന് നശിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെയാണോ ഞാൻ ചോദിക്കേണ്ടത്? ഒരിക്കലും നശിക്കാത്ത അതല്ലേ ഞാൻ ചോദിക്കേണ്ടത്? ശ്രീരാമകൃഷ്ണ ഗുരുദേവൻ പറയുന്ന പോലെ മഹാരാജാവിൻ്റെ അടുത്ത് നിന്ന് എന്ത് വേണമെങ്കിലും തരാമെന്ന് പറയുമ്പോൾ 2 കുമ്പളങ്ങയും വേണം, 2 മത്തങ്ങയും വേണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് ശരിയാവും? രാമകൃഷ്ണ ആശ്രമം പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് കേട്ടോ അത്. ഈ പുസ്തകമാണ് നമ്മളെല്ലാവർക്കും വിതരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശങ്കരഭാഷ്യം, ഉപദേശത്തിൻ്റെ ശങ്കരഭാഷ്യത്തിന് വിടാനന്ദ സ്വാമി എഴുതിയ വ്യാഖ്യാനമാണത്. വളരെ രസമാണ്. നിങ്ങൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോയെന്നറിയില്ല, എവിടെയെങ്കിലൊക്കെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ ഇരിപ്പുണ്ടാവും പലരുടെയും. അപ്പോൾ യസ്മിന്നിതം വിജിഗിത്സന്തി മൃത്യോ യസ് സാമ്പരായേ മഹതി ബ്രൂഹി തസ്തത് യോയം വരോ ഗൂഢമനുപ്രവിഷ്ടോ ന അന്യം തസ്മാൻ നചികേതാ വൃണീതേ എന്ന് പറയാണ്. എനിക്ക് വേറൊന്നും വേണ്ട. അങ്ങ് ഈ പരലോകത്തെക്കുറിച്ചുള്ള ഞാനീ ചോദിച്ച ചോദ്യം, എനിക്കതിൻ്റെ ഉത്തരം മാത്രം
മതി. വേറൊരു വരവും ഞാൻ ചോദിക്കുന്നില്ല, ഇത് മാത്രം മതി എന്ന് നചികേതസ് ഉറപ്പിച്ച് പറയും. അപ്പം അങ്ങനെ നമ്മൾ ഈ 1-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. അപ്പോൾ മൊത്തം 1-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വല്ലി അവസാനിക്കുകയാണ്. 2 അധ്യായങ്ങളാണുള്ളത്. ഓരോ അധ്യായത്തിലും 3 വല്ലികളാണുള്ളത്. അങ്ങനെ 6 വല്ലികൾ. മൊത്തം ആകെ 117 ശ്ലോകങ്ങൾ. അതിൽ 1-ാമത്തെ വല്ലിയിൽ നമ്മളിപ്പോൾ 29 ശ്ലോകങ്ങളാണ് തീർത്തത്. ബാക്കി അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.